ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് അടപ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള അട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. അടപ്രഥമൻ സാധാരണ വീടുകളിലൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും വാങ്ങുന്ന അട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ അട തയ്യാറാക്കി വെച്ചാൽ നല്ല സ്വാദം ഉണ്ടായിരിക്കും ആ പായസത്തിന്. നമുക്ക് അട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് അരിയാണ്. ഇത് കുതിർത്തി വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാം അരിയുണ്ട്. കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. പച്ചരി അല്ലെങ്കിൽ ഉണക്കലരിയാണ് വേണ്ടത്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് വെള്ളം വേണം, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വേണം. 1/2 ടീസ്പൂൺ നെയ്യുടെ ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ അരിനെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ അരി ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് 3 മണിക്കൂർ കുതിർത്തിയെടുത്ത അരിയാണിത്. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒത്തിരി ലൂസായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇലയിൽ പരത്തിയിട്ട് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ലൂസായ ആയിരുന്നു കഴിഞ്ഞാൽ, മാവിന് അധികം ലൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇലയിൽ പരത്താൻ നമുക്ക് പറ്റില്ല. ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ആദ്യം അരച്ച് നോക്കാനായിട്ട്. ഇത് അരഞ്ഞതിന് ശേഷം വേണം, നന്നായിട്ട് അരഞ്ഞ് വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് അരച്ചുകൊണ്ടുവരാം. നമ്മുടെ മാവ് ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പൊടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പത്തിനുള്ള പൊടിയായിട്ട് എടുക്കുക. നല്ലതുപോലെ അരിഞ്ഞ് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പഞ്ചസാരയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അട ഉണ്ടാക്കുമ്പോൾ ഒരല്പം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അടയ്ക്ക് തന്നെ ഒരു ചെറിയൊരു മധുരം കിട്ടും. പായസം തയ്യാറാക്കുമ്പോൾ നമ്മൾ വേറെ മധുരമൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും അടയ്ക്ക് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് നമുക്കിത് ചെയ്യണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലയിൽ ഇത് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ശരിക്കും അടർത്തി ഇങ്ങ് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാനും. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഇലയിൽ പരത്തി ഒഴിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള വാഴ ഇലയാണ്. ഇത് വാഴയില ഇതേപോലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഓരോ തവി വെച്ച് ഇത് നല്ല കനം കുറച്ച് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇല വാട്ടി വെക്കണം. വാട്ടി വെച്ചില്ലെങ്കിൽ ഇല നമ്മളിതിന് മടക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് വാട്ടി എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ പായൊക്കെ തെറുത്തെടുക്കുന്നത് പോലെ തെറുത്തെടുക്കുക. വാട്ടിയ ഇലയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വച്ചേക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുക.
നമ്മുടെ ലാസ്റ്റ് അടയാണിത്. ആവുന്നത് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക. നമ്മുടെ ഈ അടക്കൂട്ടുകളെ എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആവി കയറ്റിയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ സാധാരണ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് ഒരു പരന്ന ഒരു പാത്രം, ഉരുളി പോലുള്ള ഒരു പരന്ന പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഇത് ഓരോന്നുമായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ വലിയ സദ്യകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിനെ ഇവിടെ ഇതുപോലെ തന്നെ എടുത്ത് ഒരു അപ്പച്ചെമ്പിൽ വെച്ച്, ഇഡ്ഡലി പാത്രത്തിൻ്റെ അപ്പച്ചെമ്പിൽ വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ അടകളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നൊന്ന് അറിയാനായിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അട പരത്തുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുത്ത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കനം കുറഞ്ഞ അടകളായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന അടകൾ വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ദിവസം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇതുപോലുള്ള അട തയ്യാറാക്കി നമുക്ക് പായസമൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത്രയും അടയാണ് ഇപ്പോൾ ചെയ്തിട്ട് കിട്ടിയേക്കണത്. ഇനി ഇതിനെ ഒന്ന് നുറുക്കിയെടുക്കണം എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന ചട്ടകം പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ കുത്തി നമുക്ക് ചെയ്യാവുന്ന പ്രസ് ചെയ്ത് അതിനെ നുറുക്കിയെടുക്കാം. പക്ഷേ ഇതിലും നല്ല എളുപ്പത്തിൽ നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോഴും നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെയുള്ള അടകളുടെ പീസുകളായിട്ട് നമുക്ക് മുറിഞ്ഞ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. 1-2 പ്രാവശ്യം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. നല്ല പാകത്തിനുള്ള നുറുക്കുകളായിട്ട് കിട്ടും. ഇതാ കണ്ടോ, ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള അട നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ അടേനെ നമുക്ക് 1-2 ആഴ്ച വരെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് എന്നാണ് അടപ്രഥമൻ തയ്യാറാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 ദിവസം മുൻപൊക്കെ ഇതുപോലെ അട തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പാലട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടയൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമുക്ക് പാൽപ്പായസമായാലും അടപ്രഥമനായാലും ഉണ്ടാക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.